Hey guys, happy Onam. Welcome to our new video. അപ്പോൾ ഇന്ന് ഓണമാണ്. അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെ കുറച്ച് പരിപാടികൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുക. ഇന്നും പാലക്കാട് തന്നെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നൊരു അടിപൊളി ഓണം നമ്മളോടൊത്ത് കൂടാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റായിട്ട് നമുക്ക് അത്തപ്പൂക്കൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് സത്യം പറഞ്ഞാൽ ഇവിടെ പൂക്കളില്ല, ആകെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കുറച്ച് പൂ പറിക്കണം. അതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. അപ്പോൾ ഉറക്കം എണ്ണിട്ടിട്ട് വന്ന് നിൽക്കുകയാണ്. അതിൻ്റെ മികറും ഇത് കാണാനുണ്ടാവും. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് പൂ പറിക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് അത്തപ്പൂക്കളം കാര്യങ്ങളൊക്കെ ഇടാം. അവസാനം വരെ കാണുക. കുറച്ച് ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികളൊക്കെ ആയിട്ടുള്ള. റിയലി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണുക. ഓക്കെ, അപ്പോൾ ഞങ്ങൾ പൂ പറിക്കാനായിട്ട് ഇറങ്ങുവാണ്. വീഡിയോയിലിപ്പോൾ അപ്പു ഉണ്ട്. അപ്പോൾ ഹായ് എനിക്ക് മഹിഷ്മയുണ്ട് ഗൈസ്. ഉടായ്പ മഹിഷ്മ. ആരും കുളിച്ചിട്ടില്ല. അവൾ കുളിച്ചെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു രാവിലെ തലയൊക്കെ കെട്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അമ്മു ഉണ്ട്. അതുപോലെ അമ്മു ഫോൺ കണ്ടത് ഓടിയിരിക്കുകയാണ്. അതിനുള്ളിലോട്ട് ഓടി കയറിയിട്ടുണ്ട്. ഒരു വിശിഷ്ട അതിഥി ഇത് ഓടുന്നുണ്ടോ? വ്ളോഗാണെന്ന് കണ്ടപ്പോഴത്തെ ഓട്ടം തന്നെ. അതും ഒരു അമ്മുവാണ്. ഓക്കെ, ഇതും അമ്മു. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് പൂ പറിക്കാൻ പോവല്ലേ? ഇവിടെ ഓൾറെഡി അത്തപ്പൂക്കളായിട്ട് പകുതിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഐഷുവിൻ്റെ അമ്മയുടെ എല്ലാം തറവാട് വരുന്നത് കേട്ടോ. പോട്ടെ ഗായ്സ്, നമുക്കങ്ങനെ പൂവെടുക്കാൻ ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. പൂ സത്യം പറഞ്ഞാൽ എവിടെയും കിട്ടുന്നില്ല. രാവിലെ തന്നെ ആളുകളെല്ലാം പറിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ കുറച്ച് നടന്നപ്പം ഒരു വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. സത്യം മഹേഷ് പറയണ അന്നും ഒന്നും ഒരേ ഡ്രസ്സ് തന്നെ. കഴിഞ്ഞ വ്ളോഗിൽ ഒരേ ഡ്രസ്സ്. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് തൊട്ട് ഇന്ന് വരെ കുളിച്ചിട്ടില്ല. പിന്നെ വീഡിയോയിൽ കുളിച്ചു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടം കെട്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് രാവിലെ. എന്താ ഈ മുഖത്തേക്ക് നോക്കൂ, കണ്ട കുളിച്ചിട്ടേ ഇല്ല. മഹിഷ്മ കേൾക്കാണ്ട് കട്ട് വലിക്കാൻ കട്ട് പൂ പറിക്കുന്നുണ്ട്. പൂ പറിക്കാൻ വന്ന ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത പൂവിൻ്റെ സെക്ഷൻ കിട്ടിയിട്ടുണ്ട്. 2 ടൈപ്പ് ചെമ്പരത്തി ഉണ്ട്, പക്ഷെ ഹൈറ്റിലാണ്. അടിക്കേ വണ്ടിയിൽ കയറാം. ഓക്കേ, അമ്മങ്ങി ബാ. ആരും തെറ്റിദ്ധരിക്കരുത്, കക്കുമല്ല, പെർമിഷൻ വാങ്ങിച്ചിട്ടാണ്. സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറിക്കുന്നത്. ഓക്കെ, മതി. ഇനി വേറെ ആളുകൾ നമ്മളെപ്പോലെ പിള്ളേർ വരുന്നുണ്ടായിരിക്കും, അവരും പറിക്കട്ടെ. ഓക്കെ, അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇവിടെ അത്തപ്പൂക്കൾ ഇടുന്നില്ലെന്ന് തോന്നുന്നു. ഇടുമായിരുന്നെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കുട്ടികൾ ആർക്ക് വേണമെങ്കിലും ഇടാം. ബിക്കോസ് ഓണം ഇറ്റ്സ് എ കേരളീയ ഉത്സവം. ഓക്കെ, കേരളത്തിലുള്ളവരെല്ലാവരും ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. ഒരിക്കലും നമ്മളും അങ്ങനെ റിലീജിയൻ പറഞ്ഞ് പഠിക്കാൻ പാടില്ല. ഓക്കെ, നമുക്കിനി വൈറ്റാണ് വേണ്ടത്. വൈറ്റിനാണ് ക്ഷാമം. നോക്കാം, എവിടെയെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് വെള്ളപ്പൂ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, വേഗം പറഞ്ഞു. അതെ, വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആളെന്ന് കാണിച്ചോ? ഓണല്ലേ, അയച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു സബ്സ്ക്രൈബറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. വാളുടെ വീട്ടിൽ നിന്നാണ് നമ്മൾ പൂ പറിച്ചിട്ടിരിക്കുന്നത്. ആക്ച്വലി ഇപ്പോൾ നല്ല സപ്പോർട്ടാണ് കേട്ടോ ഇവിടെയൊക്കെ. സീരിയസ്ലി പൂക്കൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇനിയും വീടുകളിലേക്ക് എത്താനുണ്ട്. ഇനിയും പല വീടുകളിൽ ചോദിച്ച് പോവാം നമുക്ക്. അപ്പോൾ നമുക്ക് വേണ്ട അത്യാവശ്യം പൂക്കൾ കിട്ടും വിചാരിക്കണം. ഓക്കെ, അപ്പോൾ ഏട്ടാ താങ്ക്സ്, പോയിട്ട് വരാം. അപ്പോൾ നമ്മൾ പൂ പറിച്ചിട്ട് എത്തിയിട്ടുണ്ട്. മൊത്തം ഇത്രയും കിട്ടിയിട്ടുണ്ട്. കുറച്ച് നമ്മളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ വെച്ചിട്ട് ഒരു അത്തപ്പൂക്കളം സെറ്റാക്കാം. വാ.
ഓക്കെ, അപ്പോൾ നമുക്ക് അത്തപ്പൂക്കളം ഇവിടെയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് പൂവൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൂന്ന് കാണിച്ചോട്ടെ. പൂവൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോഡല് ഇതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന മോഡല്. അപ്പോൾ ഇനി എങ്ങനെ ആവുമെന്ന് ചെയ്തിട്ട് നോക്കാം നമുക്ക്. അപ്പോൾ എല്ലായിടത്തും ഓണസദ്യയൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഞങ്ങളും ഇവിടെ ഓണസദ്യ റെഡിയാക്കിയിട്ടുണ്ട്. ഓരോരുത്തർ ഓരോ ടൈപ്പ് രീതിയിലൊക്കെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന 2 ഐറ്റം, ഒന്ന് മത്തങ്ങ എലിശ്ശേരി, പിന്നെ ബീട്രൂട്ട് പച്ചടി. ഇത് കേക്ക് പോലെ അല്ല കേട്ടോ, ഇത് ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നുണ്ട് എനിക്ക് അറിയാം ഉണ്ടാക്കാൻ. അലമ്പാവില്ല എന്ന് വിചാരിക്കുന്നു. ഫൈനലി അപ്പോൾ നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാ സാധനങ്ങളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഡ്രസ്സ് ചെയ്ത് തരാം. ഗൈസ്, ഇതാണ് നമ്മുടെ അത്തപ്പൂക്കളം. ഇതുണ്ട്, സൂപ്പർ അല്ലേ? ഇതാണ് കോസ്റ്റ്യൂം. ഓക്കെ, അവളെ കാണിച്ചു കൊടുക്കാം. അമ്മ ചവിട്ടരുത്. ഓക്കെ, ലേഡീസ് ഇതും മെൻസ് ഇതും. ഓക്കെ, നമുക്ക് നമ്മുടെ ഗെയിംസിന് മഹിഷ്മയ്ക്ക് ഒരു പണി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളൊരു സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒന്ന് സാധാരണ എല്ലാവരും സുന്ദരിക്ക് പൊട്ടുതടലാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ സുന്ദരിക്ക് ഉമ്മ കൊടുക്കൽ. അത് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരി. കണ്ടോ എങ്ങനെയുണ്ട് ഞങ്ങളുടെ സുന്ദരി? പിന്നെ അടിയിലൊരു ക്യാപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ഉമ്മ തരുമോ ചേട്ടാ, ക്യൂട്ടസ് മഹിഷ്മ. ഇതാണ് മഹിഷ്മയ്ക്കുള്ള പണി. ഓക്കെ, അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അവളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പു ഇതായതുണ്ട് ചിപ്സും ശർക്കര വരട്ടിയും കട്ട് തിന്നുകൊണ്ടിരിക്കുന്നു. കാര്യമായിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓണം വിഭവങ്ങൾ ഇതൊക്കെയാണ്. എല്ലായിടത്തും അടിപൊളിയായിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ഓണം. സദ്യ കഴിക്കാൻ ടൈമായി. ഓക്കെ, എന്താണ് എന്താണ് താങ്കളുടെ വായിൽ? ഗൈസ്, ഇന്നത്തെ ദിവസം ഒരിക്കലും ഡയറ്റിനെ പറ്റിയിട്ട് ആരും ചിന്തിക്കരുത്. വർഷത്തിൽ ഒരിക്കലും മാത്രമേ നമുക്ക് ഓണം വരാറുള്ളൂ. അപ്പോൾ 2000 കാലറി 2500 കാലറി ഇങ്ങനെയൊന്നും ആലോചിക്കാൻ പാടില്ല. അയച്ചുകൂടാ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഓണം ആഘോഷിക്കുക. ഓക്കെ, ഈ ചോറ് ആര് വിളമ്പും? അതാണ് ചോദ്യം. എല്ലാവരും കയറി ഇരുന്നു, ആര് ചോറ് വിളമ്പും? വേറെ എന്തൊക്കെ സൂപ്പറായിട്ടുണ്ട്? അപ്പോൾ ഭക്ഷണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോൾ നോക്കിയത് പപ്പടം എടുത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. നോക്ക് ഏട്ടാ, ഒരു ഹായ് പറയും. ഓണാശംസകൾ. ഇത് രാജേഷ് ഏട്ടൻ. കഴിക്കുമ്പോൾ ഇതേപോലെ കഴിക്കണം, എല്ലാം ക്ലീനാക്കി കഴിക്കണം. പിന്നെ 8 മാസത്തിന് ശേഷമാണ് മധുരം കഴിക്കാൻ പോകുന്നത്, പായസം. അപ്പോൾ സദ്യ എല്ലാം കഴിഞ്ഞു. നമുക്കിവിടെ ഓണപ്പരിപാടി നടക്കുന്നുണ്ട്. ഞങ്ങളുടെ പരിപാടി പുറമെ വരുന്നുണ്ട്. നമുക്ക് ഓണപ്പരിപാടി ഇവിടുത്തെ ക്ലബ്ബിലെ പരിപാടി എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോവാം. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഇവിടെയാണ് ഓണാഘോഷ പരിപാടി നടക്കുന്നത്. മഴ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഹിഷ്മ ഫസ്റ്റ് റൗണ്ടിൽ വിൻ ചെയ്തുകൊണ്ട് ഇപ്പോൾ ഫൈനലിലേക്ക് പോയിരിക്കുകയാണ്. വെയിറ്റ് ഫോർ ദി റിസൾട്ട് ഗൈസ്. മഹിഷ്മ ഔട്ടായിരിക്കണേ ഗൈസ്. തൊപ്പിയിട്ട് മഹിഷ്മ തോന്നിരിക്കുന്നത്. എന്താണ് കുഴപ്പമില്ല, അത് ചുമ്മാ ഗെയിം അല്ലേ, കുഴപ്പമില്ല. ഹലോ ഗായ്സ്, നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് പാർട്ടിസിപ്പന്റ് ഡുണ്ടു ബാബ. ഫസ്റ്റ് ഗെയിം സുന്ദരിക്ക് ഉമ്മ കൊടുക്കല്. ഒരു ഉമ്മ തരുമോ ചേട്ടാ? അപ്പൊ നമുക്ക് നമ്മളെ മഹേശ്വരി ഇവിടെ സെറ്റ് ചെയ്യാം. അതെവിടെ സെറ്റ് ചെയ്യാം?
മഴയല്ലേ അമ്പിളിയുടെ സൈസിന് വേണം സെറ്റ് ചെയ്യാൻ, ബാക്കിയുള്ളവർ ഇരുന്നിട്ട് വേണം ഉമ്മ. ഓക്കെ, നമ്മുടെ ക്യൂട്ട്നെസ് മൈഷ്മേനെ നമ്മളിവിടെ സെറ്റ് ചെയ്യാണ്. ഓക്കെ, നമ്മളെ അമ്പിളി, ഇത് നമ്മുടെ പുതിയ ടീംമേറ്റ് അമ്പിളി. ഹായ് പറയും. അദ്വിക്കിന്റെ ഫ്രണ്ടാണ് കേട്ടോ. ക്യൂട്ട്നെസ് മൈഷ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ലിപ്സ്റ്റിക്ക് കേൾക്കാം. ആരാണ് ഫസ്റ്റ് നമുക്ക് മൈഷ്മേനെ കൊണ്ട് തന്നെ മൈഷ്മേനെ മുമ്പ് ചെയ്യാം. ഓക്കെ, ഞാനാണെങ്കിൽ ട്രയൽ കാണിച്ചു തരാം. പിള്ളേർക്ക് നമ്മൾ അമ്പിളിയുടെ സൈസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ ഇരുന്നിട്ട് വേണം നോക്കാം. നമ്മളിങ്ങനെ എന്താ പറയണ്ട, അവിടെ കൊണ്ട് ഇരുത്തി തരും, കറക്റ്റിന് ഇങ്ങനെ ഇരുത്തി തരും, ഇങ്ങനെ വെച്ച് തരും. അതിനുശേഷം ഇങ്ങനെ ഉമ്മ വെച്ചോളാം. ഓക്കെ, ചുണ്ടാണ് വേണ്ട. ഓടിഞ്ഞു ആ മുന്റെ ലിപ്സ്റ്റിക് ഒടിഞ്ഞു. ഇനി വരി, നിന്റെ ഭംഗി നോക്കാനല്ലേ ഇവിടെ ഉമ്മ നോക്കാനുള്ളതാണ്. കിട്ടിക്കോ. മൈഷ്മയ്ക്ക് തന്നെ മൈഷ്മേനെ ഉമ്മ നോക്കാൻ പുച്ഛാവാണ്. ഇവള് കള്ളിയാണ്. ഇവളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവിടേക്ക് വാടാ, കറങ്ങ് വെണ്ണ അങ്ങോട്ട്. ഇതെത്ര? ഇതാ ആ ഓക്കെ, ശരി. ഇരുത്താൻ പാടില്ല. ഞങ്ങള് ഇങ്ങനെ ഇവിടെ മതില് കൊണ്ടുവന്ന് വെച്ച് തരും, സെറ്റ് ചെയ്ത്. ആദ്യമായി ഇതാ മൈഷ്മയുടെ അപരയായ ക്യൂട്ട്നെസ് മൈഷ്മയ്ക്ക് ഉമ്മ കൊടുക്കാൻ പോവുകയാണ്. ഇതാ മൈഷ്മയുടെ ഉമ്മ വെച്ചിരിക്കുകയാണ്. കണ്ട ഗൈസ്, കണ്ണിന് താഴെ. അടുത്തതായി നമ്മുടെ ശരി അമ്പിളി, കമാൺ. അമ്പിളിക്ക് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കൂ. ഒന്ന് കറങ്ങിക്കോ. 1 2 3 4 5. ഇവിടെ നേരെ. ഇവിടെ എത്ര? കണ്ടുപിടിച്ച്. അപ്പൊ കാണാൻ പറ്റുന്നുണ്ട്. ഇതെത്ര? അപ്പൊ കറക്റ്റ്. ഓക്കെ, അപ്പോൾ മതിലിന്മേൽ ചാരിക്കോളൂ. ഇതാ സുന്ദരിക്ക് പൊട്ടുകടലിന് പകരം നമ്മൾ സുന്ദരിക്ക് ഉമ്മ കൊടുക്കുകയാണത്. അമ്പിളിയാണ് ഉമ്മ കൊടുക്കാൻ പോകുന്നത്. അമ്പിളി ഉമ്മ വെച്ചിരിക്കുന്നത്. ഗൈസ്, നമ്മുടെ മത്സരത്തിലെ സമ്മാനം എന്താണെന്നുള്ളതാണ് അടുത്ത കാണിക്കുന്നത്. ഫസ്റ്റ് പ്രൈസ് ഒരു കറക്റ്റിന് ഫസ്റ്റ് ഇതിൻ്റെ കറക്റ്റ് ചുണ്ടിൽ ഉമ്മ വെച്ചില്ലെങ്കിൽ നമ്മൾ ഏകദേശം ഈ റേഞ്ച് അടുത്ത് വരുന്നവർക്കായിരിക്കും ഫസ്റ്റ് വരിക. അപ്പോൾ നമുക്കിങ്ങനെ കുറേ മത്സരങ്ങളുണ്ട്. ഒരു ഫസ്റ്റ് വരുന്ന ആൾക്ക് 3 പോയിൻറ്റും, സെക്കൻഡ് വരുന്ന ആൾക്ക് 2 പോയിൻറ്റ്, തേർഡ് വരുന്ന ആൾക്ക് പോയിൻ്റ് ഇല്ല, ബാക്കിയുള്ളവർക്ക് പോയിൻ്റ് ഇല്ല. ഓക്കെ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് 2 പടലപ്പഴമാണ് ഗൈസ്. 2 പടലപ്പഴം. ഓക്കെ, സെക്കൻഡ് പ്രൈസ് ഏറ്റവും ലാസ്റ്റ് വരുന്ന ആൾക്ക് നാരങ്ങ ഫുള്ളായിട്ട് ചവച്ച് തിന്നേണ്ടി വരും കേട്ടോ. ഓക്കെ, ചുണ്ട് ഇങ്ങനെ ചുണ്ട് ഇവിടെ തല ഇങ്ങനെ പിടിക്കും. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം എങ്ങനെ ഉണ്ടോ. ഞങ്ങൾ സംഘാടകർ തീരുമാനിക്കും എങ്ങനെ ഉണ്ടോ എന്നുള്ളത്. ഇതൊന്ന് ക്ലോസപ്പ് എടുക്കും ജോക്കർ. ഓക്കെ 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 ഓക്കെ. ഇതെത്ര? 2. അപ്പൊ ഇതെത്ര? ഇതാ ഉമ്മ വെച്ചിരിക്കും. നെറ്റിയിലൊരുമ്മ. അടുത്തായി നമ്മുടെ എൻ്റെ സ്വന്തം ചേച്ചിക്ക് ഞാൻ തന്നെ ഉമ്മ കറക്റ്റായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മഹിഷാണ്. അപ്പു മതി ലിപ്സ്റ്റിക്കിന് വില കൂടുതലാ. ഒരു ചിരിക്കടാ സെറ്റ്. ഓക്കെ, അപ്പൊ ഇറങ്ങുക. തനിയെ കണ്ടുപിടിക്കണം, തപ്പി കണ്ടുപിടിക്കണം. പോട്ടോ. ചുമ്മാഞ്ചിയ അത്ഭുതം നരമഞ്ചിനെ സ്വയം പെയിന്റ് അടിച്ചു കൊടുക്കേണ്ടി വന്നേനെ. ഇപ്പൊ വിടാവുമ്പോ. അടുത്തതായി ഐഷു. കുഞ്ഞ് ഐഷു ലിപ്സ്റ്റിക് ഒക്കെ ഇടും. ഇയാള് ഉമ്മ വെക്കുന്നത് അറിയണ്ടേ സുന്ദരി? കറക്റ്റായിട്ട് ഞങ്ങൾ ഫ്രണ്ടിൽ നിർത്തിയിട്ടുണ്ട്. ഇനി കറക്റ്റായിട്ട് ഉമ്മ വെക്കുക. നമുക്ക് അളവൊക്കെ എടുത്ത് ഉമ്മ വെക്കാൻ ശ്രമിക്കുകയാണ് ഐശ്വര്യ.
ഇതിന് മുന്നേ എങ്ങാണ്ട് അളവെടുത്ത് വെച്ചിട്ടുള്ളത് പോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളത് പോലെ കണ്ട കറക്റ്റിന് അളവെടുത്ത് ഉമ്മ വെക്കുകയാണ്. ഈ 2 ഉടലപ്പഴം ഞാൻ തന്നെ കൊണ്ടാ സ്വന്തമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഐശ്വര്യ. ഓക്കെ ഓക്കെ, അളവെടുത്ത് സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, ജസ്റ്റ് മിസ്. എനിക്ക് ഞാൻ തന്നെ കിട്ടുന്ന മഹിഷ്മേനെ ഉമ്മ നോക്കാനുള്ള ഭാഗ്യം എനിക്ക് തന്നെ. കുമിയാണ് 1 2 കണ്ണു തുറക്കാൻ വയ്യ ചെയ്യുന്നേ. ഇവിടെ എന്തൊക്കെ വാശിയൊക്കെ തീർക്കുവാണ് കേട്ടാ. നീ എന്തായാലും കോക്കറി കിടക്കുന്നില്ലല്ലോ, എനിക്കറിയാം. ഞാനൊന്നും കാണുന്നില്ല. നീ എന്ത് ചെയ്യുന്നു? എനിക്കറിയാം നീ എന്ത് ചെയ്യാന്ന്. ഇവിടെ ഒരു വട്ടം ഇട്ട് കൊടുക്കും. ഓക്കെ ഐഷ്മ കിട്ടണല്ലേ? എനിക്കറിയാം, നമ്മളിങ്ങനെ നിൽക്കി നടത്തുന്ന പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചാൽ മനസ്സിലാവും. മാംഗല്യം തങ്കുലാനി മമ ജീവന ഹേതുനാ. മഹിഷ്മ, എന്റെ സുന്ദരി എവിടെ? എന്റെ സുന്ദരി എവിടെ? ഇത് വേറെ ഏതോ സ്ഥലമാണല്ലോ. ഇത് മറ്റേ പില്ലറല്ലേ? സ്ഥലം മാറുന്നു. കൊന്നളല്ല, ജിമ്മിയുടെ അടുത്തൊന്നും കൊണ്ടുപോല. അവ എല്ലായിടത്തൊക്കെ വെച്ച് കടിച്ചു തരും. കിട്ടി. ഞാനും കറക്റ്റിന് മുണ്ടിന്റെ അടി കൂടെ അല്ലേ കറക്റ്റിന് കണ്ടുപിടിക്കണം. മുട്ടൂത്തിരി നോക്കാം. ഇതല്ലേ വെക്കട്ടെ? എവിടെ വൈഷ്ണയ്ക്ക് ഉമ്മ കിട്ടിയാ? കണ്ണഴിക്കട്ടെ? അപ്പൊ നമ്മുടെ എല്ലാരും കഴിഞ്ഞല്ലേ അല്ലേ? കണ്ണ് കാണാൻ വയ്യ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാച്ചിൽ ഇതിനകത്തോടെ കാണിച്ചോ. ഫസ്റ്റ് മാച്ചിൽ മഹിഷ്മയുടെ ചുണ്ടിൽ ആർക്കും ഉമ്മ വെക്കാൻ പറ്റിയിട്ടില്ല. അത്ര വൃത്തിയുടെ ചുണ്ടാണ് മഹിഷ്മയുടെ. അപ്പോൾ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നത് ഐഷു ആണ്. അപ്പോൾ ഐഷുവിന് ഇതിനകത്ത് 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അടുത്ത മഹിഷ്മയാണ് കൈ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഐഷുവിന് ഫസ്റ്റ് 3 പോയിന്റും മഹിഷ്മയ്ക്ക് 2 പോയിന്റ്. തേർഡൊന്നും പ്രൈസ് ഇല്ല, ആർക്കും ഇല്ല. ഫസ്റ്റ് സെക്കൻഡ് തന്നെ ഉള്ളു. അടുത്ത മത്സരങ്ങൾ. നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് പോവാം. എല്ലാം ലാസ്റ്റ് ഏറ്റവും ഓവറോൾ വിന്നറിനാണ് പ്രൈസ്. അറിയത്തില്ല, ഓവറോൾ വിന്നറിനാണ് പ്രൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത മത്സരത്തിലേക്ക് പോവാം. അടുത്ത കളി ബിസ്ക്കറ്റ് കടിയാണ്. അടുത്ത കളി ബിസ്ക്കറ്റ് കടിക്ക് കണ്ട ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരുങ്ങി വന്നിരിക്കുന്നത്. അപ്പോൾ അമ്പിളിയാണ് ടോപ്പ്. കോസ്റ്റ്യൂം ആയിരുന്നു പ്രശ്നം. ഈ മത്സരത്തിൽ ഞാൻ ഫസ്റ്റ് അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കോസ്റ്റ്യൂം മാറ്റിയിട്ട് വന്നിരിക്കുകയാണ് ഐഷ്ബ. ഓക്കെ ബാ ഐഷ്ബ, കമോൺ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാണിച്ചു തരാം. ഓക്കെ, അതിങ്ങനെ എടുക്കുക. ആദ്യം ബിസ്ക്കറ്റ് അവന് കൊടുക്കണം. ആദ്യം എന്നാ മണപ്പിച്ച് നോക്കുകയാണ്. പട്ടി ബിസ്ക്കറ്റ്. ഓക്കെ, ജിമ്മിക്ക് വാങ്ങിച്ച ബിസ്ക്കറ്റ് നമ്മൾ അടിച്ചു മാറ്റിയതാണ്. സംഘാടകർ കള്ളത്തരം പറയാറില്ല. അപ്പോൾ ഇതിൻ്റെ മാച്ചിൻ്റെ രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഇങ്ങനെ നെറ്റിൽ വെക്കുക. കൈ ഇങ്ങനെ ബാക്കിൽ കെട്ടണം. ഓക്കെ, എല്ലാവരും കൈ ബാക്കിൽ കെട്ടണം. ഇങ്ങനെ അങ്ങനെ ജിമ്മിക്ക് പോകും. അപ്പോൾ ഇങ്ങനെ താഴെ പോവാതെ കറക്റ്റായിട്ട് നമ്മൾ
വായിൽ കൊണ്ടുവരണം. മുഖം കൊണ്ട് അനക്കി 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 നമ്മൾ ബിസ്ക്കറ്റ് കഴിക്കണം. ബിസ്ക്കറ്റ് കഴിക്കുന്നവർക്കായിരിക്കും കിട്ടുന്ന മിക്കവാറും എല്ലാ ബിസ്ക്കറ്റും 1 മിനിറ്റ് ആണ് ടൈം കേട്ടോ. 1 മിനിറ്റിനുള്ളിൽ കഴിക്കണം. ഓക്കെ, അപ്പോൾ ഇരുന്നോ. അപ്പോൾ ഇതാണ് നമ്മുടെ മത്സരാർത്ഥികൾ. ഓക്കെ, എല്ലാവരും ഉഷാറല്ലേ? ഓക്കെ, അടുത്ത ഫസ്റ്റ് കണ്ടസ്റ്റൻറ്റ് പറയുന്നത് വരെ ഇങ്ങനെ വെക്കണം. ഓക്കെ, ഓരോരുത്തർ ഓരോന്നായിട്ട് എടുത്ത് വെച്ചോളൂ. ഓരോരുത്തരായിട്ട് എടുത്ത് വെച്ചോളൂ. എന്നാ വെക്ക്. അപ്പോൾ ഇപ്പോഴേ തിന്നാൻ കൊതിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നപ്പോൾ. ഓക്കെ, അപ്പോൾ ടൈമർ ഉണ്ടാവും. 1 മിനിറ്റാണ് ടൈം. ഓക്കെ, അപ്പോൾ റെഡി, 1 2 3 സ്റ്റാർട്ട്. അമ്പിളി ആദ്യമേ ഔട്ടായ. ഈ ഫേസ് എക്സ്പ്രഷൻസ് ആണ് ഗൈസ് നമ്മുടെ അപ്പു ഔട്ടായിരിക്കുന്നു. വാ തുറന്ന് വെച്ചോണ്ട് അപ്പു ഔട്ടായിരിക്കുന്നു. അപ്പോൾ അതാ മഹിഷ്മ അമ്മു ഔട്ടായിരിക്കുന്നു. മഹിഷ്മ ചേച്ചിയും അനിയത്തിയും ഇതാ പ്രോത്സാഹിപ്പിച്ചോട് പിള്ളേരെ. മഹിഷ്മയുടെ ഒരു എക്സ്പ്രഷൻ നമുക്കിനി എടുക്കാം. ക്ലോസപ്പ്. വരട്ടെ. ഐശ്വര്യയുടെ പുതിയ ഐറ്റംസ് ഒക്കെ കാണിക്കുന്നത്. കുഞ്ഞിരുന്നോണ്ടാണ് സൂപ്പർ ആ മഹിഷ്മ ഇതാ അടുത്ത് വായുടെ തുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. കൈ ബാക്കി കെട്ടാണ്. ഫൗളാണ്. കൈ ബാക്കി കെട്ടുക. തല മേലെ വെക്കുക. ആ മഹിഷ്മ കൈ ബാക്കി കെട്ടണം. ആ ഐശ്വര്യ മഹിഷ്മയ്ക്ക് ഇനി ട്രൈ ചെയ്യാം. ഓക്കെ, ആ ബിസ്ക്കറ്റ് തിന്നുകൊണ്ട് ആ ബിസ്ക്കറ്റ് കഴിച്ചുകൊണ്ട് വിജയം അറിയിക്കേണ്ടതാണ് ഐഷു. സൂപ്പർ ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ ഇതാ പട്ടി ബിസ്ക്കറ്റ് മത്സരത്തിൽ ഐഷു വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ മത്സരത്തിലും ഐഷു തന്നെയാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തം ഐഷുവിന് 6 പോയിന്റ്. കഴിഞ്ഞതിനകത്ത് മഹിഷ്മയ്ക്കായിരുന്നു രണ്ടാമത്. ചേട്ടത്തി അനിയത്തിയും കൂടെ ഫുള്ള് പഴം ഞങ്ങൾ തന്നെ കൊണ്ടുവന്ന് മത്സരിക്കുകയാണ്. അപ്പോൾ ഐഷുവിന് 6 പോയിന്റ്, മഹിഷ്മയ്ക്ക് 4 പോയിന്റ്. ഇതിനകത്ത് മെയിൻ മഹിഷ്മയുടെ ഇത് ആര് മിസ് ചെയ്യാതെ കാണാണ്. മഹിഷ്മ സംഘാടകർക്കെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ചെറിയ ബിസ്ക്കറ്റ് ആയിരുന്നെങ്കിലെന്ന് പറഞ്ഞിട്ട് ഞാളെ ബിസ്ക്കറ്റിന് ഞാളെ വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് തരാം. ഓക്കെ, അപ്പോൾ അടുത്ത നമുക്ക് ഇപ്പൊ ഗ്രൂപ്പ് ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ഇനി അടുത്ത ഗെയിം അടുത്ത ബണ്ണ് കടിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ അടുത്ത ഇനി ബണ്ണ് കടിയുടെ സെറ്റപ്പിലോട്ട് പോകാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൂൾസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ അറ്റം നമ്മുടെ തള്ളവിരലിൽ കെട്ടും, കൈ രണ്ടും ബാക്കിൽ കെട്ടും. എന്നിട്ട് നമ്മുടെ കാലുകൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്തിട്ട് നമ്മളിത് കടിക്കണം. കൈ ബാക്കി കെട്ടിയിട്ട് ഇങ്ങനെ കടിക്കുന്നതായിരിക്കും ഗെയിം. ഓക്കെ, അപ്പോൾ ഇത് 1 മിനിറ്റ് ആയിരിക്കും. ഓരോരുത്തർ ഇൻഡിവിജ്വലി ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടസ്റ്റന്റ് മഹിഷ്മ. ബാ 1 2 3 സ്റ്റാർട്ട്. പ്രോത്സാഹിപ്പിച്ചു കൊടുക്കും പിള്ളേരെ, പ്രോത്സാഹിപ്പിച്ചു കൊടുക്ക്. മഹിഷ്മ ആ ക്ലോസപ്പ് ആണ് നമുക്ക് വേണം. ക്ലോസപ്പ് പന്നി കണ്ടിട്ടില്ലാത്ത പിള്ളേരെ പോലെ കാണിക്കാം മഹിഷ്മ. ഇപ്പൊ തന്നെ 25 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. മഹിഷ്മ താഴെ വീണ് കഴിഞ്ഞാൽ നേരെ ടെറസിൽ നിന്ന് താഴെ പോകുന്നതായിരിക്കും. ഓക്കെ, ഇതുവരെ മഹിഷ്മയുടെ സ്ഥാനം മത്സരത്തിൽ രണ്ടാം സ്ഥാനമാണ് മഹിഷ്മയുടെ സ്ഥാനം. രണ്ടാം സ്ഥാനമാണ് മഹിഷ്മയുടേത്. ഈ ബന്ന് ഞാൻ തിന്ന് രണ്ട് പടലപ്പഴം ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് മഹിഷ്മ കടിച്ചിരിക്കുന്നു. അപ്പോ 53 സെക്കൻഡിൽ മഹിഷ്മ ബന്ന് തിന്നിരിക്കുകയാണ്, കടിച്ചിരിക്കുകയാണ്. ഓക്കെ, ഈ ബന്ന് നമ്മൾ പ്രോത്സാഹന സമ്മാനമായി മഹിഷ്മയ്ക്ക് തന്നെ കൊടുക്കുകയാണ്. മഹിഷ്മ ഇവിടെ കംപ്ലൈൻറ്റ് ചെയ്തു, ഞാൻ കഴിച്ച ബന്ന് എനിക്ക് തന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് മഹിഷ്മയ്ക്ക് തന്നെ നമ്മൾ കൊടുക്കുകയാണ്. അടുത്ത മണ്ണെടുക്ക. ഈ പ്രാവശ്യം തൊട്ട് നമ്മുടെ റൂൾസിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട്. കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് വരുന്നത് ഏറ്റവും കൂടുതൽ സെക്കൻഡ് എടുത്തിട്ട് അല്ലെങ്കിൽ 1 മിനിറ്റിൽ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത ആൾ നാരങ്ങ നമ്മളൊരു പീസ് തരുന്നതായിരിക്കും, അത് കഴിക്കണം. ഓക്കെ,
ഓക്കെ അപ്പോൾ അടുത്ത അമ്മ വരട്ടെ. എടാ ബാക്കിൽ ഇന്ന് കുണ്ടി ഷൂട്ട് ചെയ്യാതാ ചെക്ക. ഈ ക്യാമറമാനെ ക്ലാസ്സിൽ വിടേണ്ടി വരുമെന്ന് കേട്ടോ. ഇതിൽ ടൈമർ സെറ്റ് ചെയ്യുന്നുണ്ട്. കൈ ബാക്കി കെട്ടുക. ഓക്കെ, കാല് വെക്കി. റൂൾസ് ഒക്കെ അറിയാമല്ലോ കറക്റ്റിന്. ഓക്കെ, ഇപ്പോൾ മഹിഷ്മ 57 സെക്കൻഡിലാണ് കടിച്ചിരിക്കുന്നത്. 53 സെക്കൻഡിലാണ് കടിച്ചിരിക്കുന്നത്. നമുക്ക് അമ്മു എത്ര സെക്കൻഡിൽ കടിക്കുമെന്ന് നോക്കാം. അപ്പോൾ റെഡി, 1 കൈ ബാക്ക് കൈ 1 2 3 സ്റ്റാർട്ട്. ഇതാ മഹിഷ്മേനെ തോപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മു ഇതെന്താ അങ്ങ് നിന്ന് കടിക്കുന്നത്, എത്തണ്ട കുഞ്ഞ്. ആ കൈ അഴിക്കാൻ പാടില്ല, കൈ അഴിക്കാൻ പാടില്ല. കൈ ബാക്കി കെട്ടുക. കൈ ചാരാൻ പാടില്ല. എന്റെ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്ന പഞ്ഞ് ഞാൻ തന്നെ കൈ ബാക്കി കെട്ടുവേണ്ട, കാലിലടിയിലല്ല കൈ ബാക്കി കെട്ട. എന്റെ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്ന പഞ്ഞ് ഞാൻ തന്നെ കഴിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബാലൻസ് പോകുന്നുണ്ട്. ടൈമർ ഇനി വെറും 13 സെക്കൻഡ്, 12 10 സെക്കൻഡ്, 9 8 8 7 7 6 6 5 5 5 4 4 3 3 2 1 ഔട്ട്. ഡിസ്ക്വാളിഫൈഡ് ആയിരിക്കുകയാണ്. അമ്മു ഡിസ്ക്വാളിഫൈഡ് ആണ്. പക്ഷെ സൂപ്പറായിട്ട് പൊരുതി. അച്ഛൻ വാങ്ങിച്ച ബന്ന് നീ തിന്നണ്ട. അപ്പൂന് എന്താണ് പറയാനുള്ളത്? ഈ ബന്ന് നീ തിന്നുവോ? തിന്നു. മുണ്ടും മടക്കി കുത്തി ഇതാ അപ്പു, ഈ ബന്ന് ഞാൻ തന്നെ തിന്നുവെന്ന് പറഞ്ഞോണ്ട്. ഓക്കെ അപ്പുവിന്റെ ടൈം ഇതാ സ്റ്റാർട്ട് ആയിരിക്കുന്നത്. കൈ ബാക്കി കെട്ടേണ്ടതാണ്. അപ്പു ഇപ്പൊ മിക്കാറും ഈ ബന്ന് ഇപ്പൊ തിന്നും കേട്ടോ അപ്പു. ഓക്കെ എല്ലാരും പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക അപ്പുവിന്. അപ്പു ഇതാ ബെൽറ്റ് അടിക്കുകയാണ്. അപ്പു ബെൽറ്റ് കൈ അഴിക്കാൻ പാടില്ല. അപ്പു എപ്പോഴും ശ്രദ്ധിക്കുക. എന്താണ് അപ്പു പറയുന്നത്? അപ്പു ഇതാ കടിച്ചെടുത്തിരിക്കുന്നത്, വന്ന് കടിച്ചെടുത്തിരിക്കുന്നു. എലി കരണ്ടതുപോലെ കടിച്ചു. ടൈമർ കണ്ട എത്ര സെക്കൻഡ് 31 സെക്കൻഡില് അപ്പു ബന്ന് കടിച്ചിരിക്കുകയാണ്. അപ്പൊ എന്റെ ചേച്ചിയെ തോപ്പിച്ചു കണ്ട് ബന്ന് ഞാൻ തന്നെ കൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ട്. അപ്പോ എന്തായാലും പടത്തലച്ചിക്ക് തന്നെ പോകുന്നു 2 പടലപ്പഴം. ഓക്കെ അപ്പൊ അടുത്തതായി ഐഷു. അടുത്ത ഇതുവരെ നമ്മുടെ മത്സരത്തില് ടോപ്പറായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഐഷു ആണ്. ബാക്കി കൈ കെട്ടേണ്ട നിർബന്ധമാണ്. ബാലൻസ് ചെയ്തിട്ട് താഴെ പോരുത് കേട്ടോ. അടുത്തോട്ട് ഇങ്ങോട്ട് ഉടുപ്പിട്ടോ. ഓക്കെ അല്ലേ? 2 1 സ്റ്റാർട്ട്. ഇതാ 2 മത്സരത്തിൽ നിന്ന് ബുദ്ധിപൂർവ്വം കളിക്കാനുള്ള ഐഡിയയിലാണ് ഐശ്വര്യ. 2 മത്സരത്തിൽ നിന്ന് കൈ ബാക്കി കെട്ടേണ്ടതാണ്. 2 മത്സരത്തിൽ നിന്ന് 6 പോയിന്റുമായി 3ാമത്തെ മത്സരത്തിൽ ഞാൻ തന്നെ ജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് എത്ര സെക്കൻഡായി? ബുദ്ധിപൂർവ്വം ചിന്തിച്ചുകൊണ്ട് ക്ലോസ് എടുക്കടാ വന്ന്. കളിച്ചിരിക്കണേ. 32 സെക്കൻഡ് ബാക്കിയാണ്. 34 സെക്കൻഡ് ബാക്കിയാണ്. ഇവന്റെ എത്ര സെക്കൻഡ് ബാക്കി വന്നേ? 28 സെക്കൻഡ്. അതല്ല, ഇവന്റെ ബാലൻസ് ഇവിടെ കാണിച്ച് 28 സെക്കൻഡ് ആയിരുന്നാ. അപ്പോൾ 1 മിനിറ്റിൽ നിന്ന് 28 കഴിഞ്ഞിട്ടുള്ള സെക്കൻഡാണ് അവ ഉപയോഗിച്ചിരിക്കുന്നത്. മനസ്സിലായി? ഇത് 60 ഇങ്ങനെ വരുവാണ്. ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് സെക്കൻഡിന്റെ കാര്യത്തിൽ. അപ്പോൾ 60 ബാലൻസ് 28 വന്നപ്പോൾ 32 സെക്കൻഡിലാണ് അപ്പു കടിച്ചിരിക്കുന്നത്. ഐഷുവിന്റെ ബാലൻസ് 34 അല്ലേ വന്നേ. 60 34 26 സെക്കൻഡിൽ ഐഷു കടിച്ചുകൊണ്ട് മുന്നേറിയിരിക്കുകയാണ് ഗൈസ്. അഗെയിൻ ഇനി പക്ഷേ ഞാനുണ്ട്. ഇപ്പൊ ശരിയാക്കി തരാം. കെട്ട് തെന്നി വീഴണ്ടാട്ടാ. കണ്ട ഇവർക്കൊക്കെ എന്നെ പേടിയാണ്. നോക്കിയത് എത്ര ഹൈറ്റിൽ കയറ്റി വരല് എത്ര ഹൈറ്റിൽ കയറ്റി കെട്ടുന്നു എന്ന് ആലോചിച്ച് നോക്കി. ഇതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ട് കടിക്കും, പിള്ളേർക്ക് അറിയത്തില്ല. 3 2 1 സ്റ്റാർട്ട്.
46 സെക്കൻഡ് ബാലൻസ് നിർത്തിക്കൊണ്ട് 14 സെക്കൻഡിൽ ഞാൻ ബണ്ണ് അടിച്ച് ജയിച്ചിരിക്കുകയാണ് കാര്യം. എന്റെ ബണ്ണ് അവിടെ അപ്പൊ ഫസ്റ്റ് പ്രൈസ് കഴിഞ്ഞ് സച്ച് 3 പോയിന്റ് നേടിയിരിക്കുകയാണ്. 6 പോയിന്റ് ഫസ്റ്റ് ആയിട്ട് 3 മത്സരത്തിൽ മൊത്തം 3 മത്സരം കംപ്ലീറ്റ് ആയതില് ആയിട്ട് ഐഷു ഫസ്റ്റ് 8 പോയിന്റ് ആയിട്ട് ഐഷു ഫസ്റ്റ് ഇരിക്കുകയാണ്. സെക്കൻഡ് മൈഷ്മ പറഞ്ഞു. അപ്പോൾ 3 മത്സരം കംപ്ലീറ്റ് ചെയ്തിട്ട് മഹിഷ്മ കൺഫ്യൂഷൻ ആക്കാ പറഞ്ഞ മഹിഷ്മ 4 പോയിന്റ് അല്ലേ? 4 പോയിന്റ്. ഇതില് തേർഡിന് പോയിന്റ് ഇല്ലല്ലോ പറഞ്ഞിട്ട്, ഫസ്റ്റ് സെക്കൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ തേർഡ് സച്ചിനാണ് 3 പോയിന്റ് ആയിട്ട്. ഓക്കെ, അടുത്ത 4ാമത്തെ ഗെയിമിലേക്ക് പോവാം. ഓക്കെ, തോറ്റ ആള് ലെമൺ കഴിക്കണം. ആരാണ്? നമ്മുടെ അമ്മുവാണ് ലെമൺ കഴിക്കാറ്. എവിടെ ലെമൺ? അവിടെ ലെമണൊന്നും എനിക്കൊരു പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അമ്മ ഇങ്ങോട്ടേക്ക് വരും. ക്ലോസപ്പ് വരും. ഫേസിന്റെ എക്സ്പ്രഷനാണ് നമുക്ക് ഇതിനകത്ത് വേണ്ടത്. ഇത് പുള്ളി കളഞ്ഞത്. ഈ മത്സരത്തിൽ തോറ്റിരിക്കുന്ന അപ്പൊ അമ്മു നാരങ്ങ കഴിക്കാൻ പോവാണ്. ഓക്കെ, കുരു ഒന്നും കുഴപ്പമില്ല, നീ ചവച്ചരച്ച് കളഞ്ഞാൽ പെണ്ണ് മുളയ്ക്കും. നാരങ്ങ മരം വരുന്നതിന്റെ മൂക്കിക്കൂടെ. ഓക്കെ, ആ ക്ലോസപ്പ് ഇല്ല ഫുള്ള് ചവച്ച് അരച്ച് കഴിക്കണം. ചവച്ച് കഴിക്കണം. ഇല്ല ചവച്ച് കഴിക്കണം. ചവയ്ക്ക്. ഈ പെണ്ണിന് ഒരു എക്സ്പ്രഷനും ഇല്ലെന്ന് തോന്നുന്നു. സിമ്പിളായിട്ട് ചവയ്ക്ക്. ഓ അമ്മ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഒരു എക്സ്പ്രഷനും ഇല്ല. ഇല്ലാതെ കഴിക്ക്. ചവക്കട്ടെ. പോട്ടെ, ഫുള്ള് കഴിഞ്ഞാ? ഇനി കാണിച്ചിട്ട് കളഞ്ഞോ? ഫുള്ള് കഴിഞ്ഞു. കളഞ്ഞ. അപ്പോൾ അമ്മു ചലഞ്ച് മീൻസ് ഈ മത്സരത്തിൽ തോറ്റിട്ടും നമ്മൾ കൊടുത്ത ഒരു പണിഷ്മെന്റ് പോലെ കൊടുത്തത് അവള് നല്ല അടിപൊളിയായിട്ട് തീർത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് പച്ചമുളകാക്കിയല്ലോ. താഴെ പോവാം. അടുത്ത പരിപാടി താഴെയാണ്. നമുക്ക് താഴേക്ക് പോവാം. വാ. അപ്പോൾ നമ്മുടെ അടുത്ത ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഓർ നോ ആണ്. ഇവിടെ ഒരാളിരിക്കും. പുറകിൽ നിന്ന് നമ്മളിവിടെ കുറേ തിങ്സ് വെച്ചിട്ടുണ്ട്, കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. വാട്ടർ ബലൂൺ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ യെസ് ഓർ നോ പറയും. യെസ് പറയുകയാണെങ്കിൽ അത് അവർക്കുള്ളതായിരിക്കും. വാട്ടർ ബലൂൺ ആണെങ്കിൽ തലയടിച്ച് പൊട്ടിക്കും. ഇങ്ങനെ ഓരോ സാധനങ്ങൾ അവർക്കുള്ളതായിരിക്കും. ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്, പഴമുണ്ട്, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഗെയിം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ ഗെയിം? മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് ചെറിയ വാ. കമോൺ. അത് പറ്റാന്നില്ല. ഉള്ളിയൊക്കെ ഉണ്ട്. ഇരിക്കും. യെസ് ഓർ നോ മാറ്റിയിട്ട് റൈറ്റോ ലെഫ്റ്റോ വെച്ചാലോ? എന്തെന്ന് വെച്ചാൽ യെസ് ഓർ നോ ആകുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മളിപ്പോൾ വെള്ളത്തിൽ കൈയിട്ട് എടുക്കുകയാണെങ്കിൽ അത് മനസ്സിലാവും. വെള്ളം അനങ്ങുമ്പോഴത്തേക്ക് മനസ്സിലാവും. കവർ പിടിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും. അതേസമയം ഇതെടുത്തു കഴിഞ്ഞാൽ മണം വരുമ്പോൾ മനസ്സിലാവും. അപ്പം ലെഫ്റ്റോ റൈറ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 2 കയ്യിൽ 2 സാധനം ഉണ്ടാവും. ഏതാണോ പറയുന്നത് അതായിരിക്കും അവർക്ക് കിട്ടുക. ഓക്കെ, റൈറ്റാ ലെഫ്റ്റാ? റൈറ്റ്. പഴമാണ്. പഴം കഴിച്ചോ. അപ്പോൾ ഓക്കെ, ലെഫ്റ്റാ റൈറ്റാ? റൈറ്റ്. ഒരു ക്യൂട്ട്നെസ് ഇടിച്ചിരിക്കും. ക്യൂട്ട്നെസ് ഓക്കെ. അടുത്ത ലെഫ്റ്റാ റൈറ്റാ? തല തിരിക്കാൻ പാടില്ല. ഉടായിപ്പ് പരിപാടി ഇവിടെ. ലെഫ്റ്റ്. നാരങ്ങ. കത്തിയിട്. ബൗണ്ടി. കട്ട് ചെയ്ത് അറിയല്ലേ? മിഠായി. ക്ലോസ് എടുക്കപ്പോ. ചവയ്ക്ക്. ഇതൊന്നും എക്സ്പ്രഷൻ ഇല്ലാത്ത ജന്തുവാണല്ലോ. ഓക്കെ,
അത് നല്ല പവറായിട്ട് ഇതാ ഐശ്വര്യ ചോദിച്ചു. അടുത്ത ഞാൻ ആരാന്ന് വെച്ചാൽ ബാഗിൽ വന്നു. ഇതെന്തായാലും മണി തന്നെ ആയിരിക്കും. ഓക്കെ ഇപ്പോൾ നമ്മുടെ അത് മാറ്റി അറിയാൻ പറ്റുമോ? ക്യാമറ നോക്കി അറിയാൻ പറ്റുമോ? റൈറ്റാ ലെഫ്റ്റാ? ലെഫ്റ്റ്. രണ്ടുപേരും വെള്ളമായിരുന്നു. അല്ലല്ലോ. നമസ്കാരം. റൈറ്റാ ലെഫ്റ്റാ? റൈറ്റ്. മുളക്. ക്ലോസ് ചായക്ക് ഫുള്ള് ചാവച്ച് ഇറക്കണം. തൈര് തരട്ടെ കുടിക്കാൻ? അത്ര എരിവില്ല. രണ്ടെണ്ണം കൂടെ തരട്ടെ. അടുത്ത പിന്നെയും അമ്മു. റൈറ്റാ ലെഫ്റ്റാ? ലെഫ്റ്റ്. എന്നാ കുറച്ച് തൈരം കുടിക്കുക. വാറക്ക് ഇത് തൈരാണ്. വാറക്ക്. ലെഫ്റ്റാ? ഈ പെണ്ണി പ്രാവശ്യം രക്ഷട്ട് ടൈറ്റാക്ക്. റൈറ്റാ ലെഫ്റ്റാ? എന്നാ പിടിച്ചോ. അമ്മ ഒന്ന് കുളിച്ച ദിവസമാണ്. അടുത്ത ആയിഷു. റൈറ്റാ ലെഫ്റ്റാ? ഐശ്വര്യായിട്ട് മുഖം അങ്ങോട്ട് കാണിക്കേ. ഇത് ചീറ്റിംഗ് ആണ്. മുഖം കൊണ്ട് മറച്ചളവേ ഉടായി പരിപാടിയാണ്. ക്ലോസ് ഷോട്ട് എടുക്കാൻ. ആ ക്ലോസപ്പ് കാണിച്ചു കൊടുക്കുക. ക്ലോസപ്പ് മുഖം കാണിച്ചു കൊടുക്കുക. ഓക്കെ. അടുത്തതിന് അപ്പു. അപ്പു ലെഫ്റ്റ്. എന്റെ വാശി തീർത്ത പോലെ പുതിയൊരു പാർട്ടിസിപ്പന്റ് വരുന്നുണ്ട്. വരട്ടെ ഗെയിം അടക്കാണ്. ചുമ്മാ ഒരു ഗെയിമിൽ ഇരിക്കുക. അടുത്ത പുതിയ അതിഥി നമുക്ക് വന്നിട്ടുണ്ട്. ഫോൺ മാറ്റിക്കോളി. എസ് ഓർ നോ ചോദിക്കൂട്ടാ. കയ്യില് രണ്ട് അല്ല റൈറ്റാ ലെഫ്റ്റാ ചോദിക്കരുത്. കയ്യില് രണ്ട് സാധനം ഉണ്ടാവും. ഏതാണ്? ഒരു നല്ലതും ഉണ്ടാവും, ഒരു പണിയുള്ളതും ഉണ്ടാവും. അപ്പൊ അതിനകത്ത് ഏത് വരുന്നോ നിങ്ങൾ പറയുന്ന അതിനെ നിങ്ങൾക്ക് തരും. ഓക്കെ. റൈറ്റാ ലെഫ്റ്റാ? ലെഫ്റ്റ് മിഠായി. റൈറ്റാ ലെഫ്റ്റാ? ലെഫ്റ്റ്. ആ കത്തി എടുത്തിട്ട് നാരങ്ങ ക്ലോസപ്പ് എടുക്കും. അപ്പോൾ ഇനി വേറെ വഴിയില്ല. ഇവർ രണ്ടുപേരും ഇങ്ങനെ കളിച്ചിട്ടേ പോയിട്ടിരിക്കണം. അടുത്ത ഗെയിമിലേക്ക് പോകാൻ സമയം. അതുകൊണ്ട് നമുക്ക് സൂപ്പർ. എത്രയൊക്കെ അവരുടെ ആത്മാർത്ഥത, വിടാതെ വെച്ചിരിക്കുന്ന ആത്മാർത്ഥത, അതാണ് അപ്പുവിന്റെ മെയിൻ. ഒരെണ്ണം വേണ്ട, കഴിച്ചോ. അപ്പോ ഈ ഗെയിമില് ഇവർ രണ്ടുപേരും കുറെ റൗണ്ട് കണ്ടിന്യൂഷൻ പോയതുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്ക് 2 പോയിന്റ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ നിലവിൽ പോയിന്റുകൾ ഐഷു 8 പോയിന്റ്, മഹിഷ്മ 4 പോയിന്റ്,
എനിക്ക് 3 പോയിന്റ്, എനിക്ക് ഇവർക്ക് 2 പോയിന്റ്. ഇല്ല 4. 2 പോയിന്റ്. മേലെ തേടില്ലായിരുന്നു ആട്ടാ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ലാസ്റ്റ് ഗെയിം. ഓക്കെ, വൈഷ്മിക്ക് 4 പോയിന്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ഗെയിം ഫൈൻഡിങ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഗ്രീൻ, ബ്ലൂ, പിങ്ക്, ഓറഞ്ച് ഇത്രയും കളറിലുള്ള വാട്ടർ ബലൂൺ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കും. ബാക്കിൽ ഒരാൾ നിന്നിട്ട് ഒരു കയ്യിൽ ഒരു ബലൂൺ നമ്മൾ എടുക്കും. അത് ഏത് കളറാന്ന് പറയാം. ഇത്രയും കളറുകളിൽ ഏത് കളറാന്ന് വെച്ചാൽ പറയുക. സെയിം കളറാണ് പറയുന്നതെങ്കിൽ ആ ഇരിക്കുന്ന ആൾക്ക്, ആ പറഞ്ഞ ആൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ആരുടെ ദേഹത്ത് അടിക്കണോ അവരടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കളർ തെറ്റാണെങ്കിൽ നമ്മൾ നിങ്ങളുടെ തലയിലടിക്കും. ഓക്കെ, അതാണ് അപ്പോൾ ഗെയിം. ഓറഞ്ച്, ഗ്രീന്, ബ്ലൂ, പിങ്ക്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അപ്പൂരി അത് മാറ്റി പിടിക്കാം നമുക്ക്. അല്ലല്ല, അത് മാറ്റി പിടിക്കാം, കുഴപ്പമില്ല. അപ്പൊ കളേഴ്സ് അറിയാലോ, ഓറഞ്ച്, ബ്ലൂ, ഗ്രീൻ, പിങ്ക് കേട്ടാ. ഏത് കളറാ? ഓക്കെ, അടുത്ത ആള് കയറിക്കോ. അമ്മ കയറിക്കോ, കയറിക്കോ. കിട്ടിയില്ല. ഒരുപാട് ദൂരത്തു നിന്ന് എടുക്കാം കേട്ടാ. അപ്പൊ കളേഴ്സ് അറിയാലോ. ഓക്കെ, ഏത് കളറാ? ഓറഞ്ച് കണ്ടുപിടിച്ചാണ്. കറക്റ്റ് ഓറഞ്ച് കിട്ടി. ആരെ വേണേലും അടിക്കാം. എന്നെ തന്നെ അടിക്കണ ഈ പെണ്ണ് നോക്കി. പിള്ളേർക്കൊക്കെ എൻ്റെ അടുത്ത് ഭയങ്കര ബ്ലൂ. രക്ഷോട്ട് മാറിപ്പട്ടി. അടുത്ത ഐശ്വര്യ. ഞാൻ പക്കരി മുക്ക് വെക്കില്ല. കളർ തട്ടില്ല ഞാൻ. അമ്മ ചേച്ചി, കളേഴ്സ് ഓറഞ്ച്, പച്ച, മഞ്ഞ, നീല, പിങ്ക്, ഇത്രയും കളർ ഉണ്ട് കേട്ടോ. ആ, ഏത് കളർ? നിക്ക്. ആ, ഏത് കളറാ പറഞ്ഞോ? മഞ്ഞ കൊടുത്തരാ. നീലായിരുന്നു. അടുത്ത ഏതാ? മഞ്ഞയുണ്ട്, ഓറഞ്ച് ഉണ്ട്, പിങ്ക്, ബ്ലൂ. ഓ, എല്ലാ കളറും ഉണ്ട്. അപ്പൊ ശരി, നീല. ഓറഞ്ച്. ഓക്കെ, ഓറഞ്ച് യെല്ലോ അല്ലേ? യെല്ലോ. അടിക്കുന്നതൊക്കെ പലയിടത്താണ്. വളരെ തലക്കിട്ട് അടിക്കുകയാണ്. ഓക്കെ, 2 കളറ്. റോസ്, മഞ്ഞ. റോസ് തന്നെ പറഞ്ഞു. ഇത് വേറെ ആരെങ്കിലും വേണമെങ്കിൽ ചേച്ചിക്ക് ഇഷ്ടമുള്ള ആരാളെ അടിക്കാം. തലയിലടിച്ചാ പോരാ. ഇല്ല, ചാൻസ് ഉണ്ട്. അമ്മ ചേച്ചി, ഇവിടെ ഗെയിമിന് മാറ്റമില്ല. ഇവിടെ വന്ന് നിന്ന് കൊടുക്കണം. തലയിലടിക്കണം. രണ്ട് ചാൻസ് അമ്മ ചേച്ചി, 2 ചാൻസ്. നീ എന്നെ നിന്നോലെ ചോദിച്ചു. ഞാൻ പറ. ഓക്കെ, അപ്പോ അടുത്ത ഗെയിം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുള്ള് ഓണപ്പരിപാടി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്തിട്ടില്ലേ? എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഇടയ്ക്കൊന്നും ഇതേപോലെ ചിരിച്ചിട്ടില്ല. ഉറപ്പായിട്ട് നിങ്ങൾക്കും എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ഓണം. അപ്പോൾ നമ്മുടെ ഗെയിം ഓണത്തിൻ്റെ ഫുള്ള് പരിപാടികൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മീൻസ് എന്താ പറയുക, നമ്മുടെ ഗെയിം കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗെയിമിലെ വിജയ്, നമ്മുടെ മൊത്തം ഗെയിമിൽ 8 പോയിൻ്റായിട്ട്
ഫസ്റ്റ് വന്നിരിക്കുന്നത് നമ്മുടെ ഐശ്വര്യയാണ്. ഐശ്വര്യക്ക് എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഐശ്വര്യ വരൂ, നിങ്ങളുടെ ആ ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കൂ. വരൂ, ഇങ്ങോട്ട് വരൂ. 2 പടല പഴമാണ് നമ്മൾ. ഇത് സ്പോൺസേർഡ് ബൈ സച്ചിൻ, ഐശ്വര്യാസ് ഹസ്ബൻഡ്. ഓക്കെ, സന്തോഷത്തോടെ വാങ്ങിക്കുക. കുറഞ്ഞ മാർക്കുകൾ വാങ്ങിച്ച 2 വിശിഷ്ട വ്യക്തികൾ, അപ്പു ആൻഡ് അമ്മു. അപ്പോൾ അവർക്കുള്ളൊരു പണിയാണ് ഓരോ നാരങ്ങ പീസ് വെച്ചിട്ട് ഓരോരുത്തരും കഴിക്കുക. ഓക്കെ ഓക്കെ, കഴിക്കുക കഴിക്കുക കഴിക്ക്. അത് നല്ല പഴുത്തേൻ്റെ കഴിക്ക് കഴിക്ക് വേണം അങ്ങോട്ട്. അപ്പു ആണ് കിട്ടി. എങ്ങനെയുണ്ട് അപ്പു? അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പു എങ്ങനെയുണ്ട്? എന്താണ് താങ്കളുടെ ഇതിനൊരു എക്സ്പ്രഷൻ ഇല്ലായിരുന്നു. പിന്നെ നോക്കി അപ്പു എങ്ങനെയുണ്ട്? നാരങ്ങ കഴിക്കുമ്പോൾ ഫീലിങ്സ് എന്താണ്? അപ്പുവിൻ്റെ മുഖത്ത് നോക്കി കണ്ടറിയാൻ പറ്റും നമുക്ക്. എങ്ങനെയുണ്ട് അപ്പു? പറയൂ. നല്ല പുഴുപ്പുണ്ട്. ഓക്കെ ഓക്കെ, അടുത്ത നമുക്ക് ഒരു പ്രോത്സാഹന സമ്മാനമുണ്ട്. കണ്ടന്റ് തന്ന് സഹകരിക്കുന്ന നമ്മുടെ മഹിഷ്മ ഈ വീഡിയോയിൽ നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുള്ള മഹിഷ്മയ്ക്ക് നമ്മുടെ കമ്പനിയുടെ വക ഒരു പ്രോത്സാഹന സമ്മാനം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി ഓണം. ടാറ്റ.